സംസ്ഥാന നൈപുണ്യ വികസന മിഷനും കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും ജില്ലാ ഭരണകൂടവും ജില്ലാ സ്കിൽ കമ്മിറ്റിയും ചേർന്ന് നൈപുണ്യ പരിശീലന ദാതാക്കളുടെ ഉച്ചകോടി സംഘടിപ്പിച്ചു. നൈപുണ്യ വികസനം നേടിയവർക്ക് വിദേശത്ത് അവസരങ്ങളുടെ പെരുമഴയാണെന്ന് ഉച്ചകോടി ചൂണ്ടിക്കാട്ടി. പുതിയതെരു മാഗ്നറ്റ് ഹോട്ടലിൽ നടന്ന നൈപുണ്യ പരിശീലന ദാതാക്കളുടെ ഉച്ചകോടി രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നൈപുണ്യ വികസനം നേടിയവർക്ക് ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ അവസരങ്ങളുടെ പെരുമഴയാണെന്ന് കണ്ണൂരിൽ സംസ്ഥാന നൈപുണ്യ വികസന മിഷനും കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും ജില്ലാ ഭരണകൂടവും ജില്ലാ സ്കിൽ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ഉച്ചകോടി ചൂണ്ടിക്കാട്ടി. വിദേശത്ത് വൻതോതിൽ അവസരങ്ങൾ ലഭ്യമാവുമ്പോൾ വിദ്യാർത്ഥികൾ അതിനനുസരിച്ച രീതിയിൽ നൈപുണ്യ വികസനം നേടണം. വിവിധ തൊഴിൽ മേഖലകളിൽ പ്രസക്തരായി നിലനിൽക്കാൻ നൈപുണ്യ വികസനം അനിവാര്യമാണ്. നൈപുണ്യ വികസനം രണ്ടാം കിടയായ ഒന്നല്ല. അതിനോടുള്ള തൊട്ടുകൂടായ്മ അവസാനിപ്പിക്കണമെന്നും ഉച്ചകോടിയിൽ പറഞ്ഞു. 2030ഓടെ ലോകത്താകമാനം നോക്കിയാൽ അധികമായി മാനുഷിക വിഭവശേഷിയുള്ള ഒരേയൊരു രാജ്യം ഇന്ത്യയാവുമെന്ന് ILO പറയുന്നു. അതായത് ലോകത്ത് 5 നിയമം നടന്നാൽ അതിൽ 3 എണ്ണം ഇന്ത്യയിലാവും. ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള നമ്മളും വിദ്യാർത്ഥികളും തയ്യാറെടുക്കണമെന്നും ഉച്ചകോടി അഭിപ്രായപ്പെട്ടു. നൈപുണ്യ വികസനത്തിനുള്ള അവസരം സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എത്തിച്ച് വിവിധ വ്യാവസായിക മേഖലകളിൽ ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് തൊഴിൽ അന്വേഷകരെ പ്രാപ്തമാക്കണമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അഭിപ്രായപ്പെട്ടു. ഈ നൈപുണ്യം ജന്മസിദ്ധമായി കൈവരിക്കാൻ കഴിയും നിങ്ങൾ തീരുമാനിച്ചാൽ അത് ദേശാന്തര ഭക്തന്തരമാക്കാൻ ആകാശങ്ങളിലെടുക്കാൻ അയൽ സംസ്ഥാനങ്ങളായ അയൽ ഗ്രഹങ്ങൾ ഗ്രഹങ്ങളും കീഴ്പ്പെടുത്താനൊക്കെ കഴിയുന്ന അന്വേഷണ കഴിവുകളും സാക്ഷരതകളും ബൗദ്ധികമായി ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ബൗദ്ധികമായ കഴിവുകൾ. ആ ബൗദ്ധികമായ കഴിവിലേക്ക് നിബന്ധനകളില്ല, നിർബന്ധങ്ങളില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ അധ്യക്ഷത വഹിച്ചു. ജില്ലയിലെ നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ പങ്കെടുപ്പിച്ച് നടന്ന ഉച്ചകോടിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾ, നൈപുണ്യ വികസന പ്രോജക്ടുകൾ സമർപ്പിക്കുന്നതിനുള്ള മാർഗരേഖകൾ, അത് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് സെഷനുകൾ നടത്തി. വിദഗ്ധ പരിശീലകർ, പൊതു സ്വകാര്യ മേഖലയിലെ ചെറുതും വലുതുമായ പരിശീലന സ്ഥാപനങ്ങൾ, വ്യാവസായിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ, നൈപുണ്യ പരിശീലനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, അസിസ്റ്റന്റ് കളക്ടർ ഘ്രാന്തേ സായി കൃഷ്ണ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നെനോജ് മേപ്പടിയത്ത്, കേസ് CEO TV വിനോദ്, കേസ് ജില്ലാ സ്കിൽ കോർഡിനേറ്റർ VJ വിജേഷ്, തലശ്ശേരി NTTF പ്രിൻസിപ്പൽ R അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു.